شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي قهر بعزته الأعزة وتواضع لعظمته العظماء فبلغ بقدرته ما يشاء. സ്നേഹസമ്പന്നരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് സൂറത്തു മുഹമ്മദിലെ 36-ാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ്. ആദ്യം അതിൻ്റെ ഖിറാഅത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവ وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم. ഒരിക്കൽ കൂടെ. أعوذ بالله من الشيطان الرجيم. إنما الحياة الدنيا لعب ولهو وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم. ഇനി വാക്കർത്ഥങ്ങൾ. ഇന്നമൽ ഹയാത്തുദ്ദുന്യ, നിശ്ചയമായും ഐഹിക ജീവിതം ഇതുമാത്രമാണ്. ലഇബുൻ വലഹുൻ, കളിയും വിനോദവും. ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാകുന്നു. വഇൻ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുകയും വതത്തഖൂ, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം യുഅ്തികും ഉജൂറക്കും, നിങ്ങൾക്കുള്ള പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. വലാ യസ്അൽകും അംബാലക്കും, നിങ്ങളോട് നിങ്ങളുടെ സ്വത്തുക്കൾ അവൻ ചോദിക്കുകയുമില്ല. മുഴുവനായി അർത്ഥം പറഞ്ഞാൽ, ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കുള്ള പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളോട് നിങ്ങളുടെ സ്വത്തുക്കൾ അവൻ ചോദിക്കുകയുമില്ല. പ്രസ്തുത ആയത്തിൽ നശ്വരമായ നൈമിഷികമായ ദുനിയാവിൻ്റെ നിസ്സാരതയെപ്പറ്റിയാണ് അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. ഈ ദുനിയാവ് ഏറെ കബളിപ്പിക്കുന്ന, വഞ്ചിപ്പിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. വളരെ നിസ്സാരമായ ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യമാണ് നമ്മെ ധരിപ്പിക്കുന്നത്. യഖൂലുല്ലാഹു തആല തഹ്ഖീറൻ ലിഅംരി ദുനിയ, ദുനിയാവിനെ നിസ്സാരപ്പെടുത്തുന്നു. വതഹ്വീനൻ ലിശഅനിഹ, അതിലുള്ളതിനെയും നിസ്സാരപ്പെടുത്തിയിട്ടാണ് അള്ളാഹു ഈ ആയത്ത് തുടങ്ങുന്നത്. അപ്പോൾ ദുനിയാവ് നിസ്സാരമാണ് എന്നതാണ് പരമ സത്യം, പരമയാഥാർത്ഥ്യം. അങ്ങനെയാണ്. കളിയും വിനോദവും മാത്രമാണത്, അതിലപ്പുറം ഒന്നുമല്ല എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഈ നശ്വരമായ ലോകത്ത് അവൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, സന്താനങ്ങളിൽ, അലങ്കാരങ്ങളിൽ, സ്ത്രീകളിൽ, അന്നപാനീയങ്ങളിൽ, അമ്പരചുംബികളായ കൊട്ടാരങ്ങളിൽ, ഉന്നത സോപാനങ്ങളിൽ, സംഗമങ്ങളിൽ, വർണ്ണ കാഴ്ചകൾ അനുഭവിക്കുന്നതിൽ, അവൻ്റെ അധികാരങ്ങളിൽ, അങ്ങനെ ഒരുപാട് ദുനിയാവിൻ്റെ നിസ്സാരമായ സന്തോഷങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുകയാണ്. അതാണ് യഥാർത്ഥ ജീവിതമെന്ന് അവൻ ധരിച്ചിരിക്കുകയാണ്.
എന്നാൽ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണശബളമായ ദുനിയാവ് വഞ്ചിക്കുന്ന ചരക്കാണ്, അതല്ലാതെ വലിയ ഗൗരവത്തിലെടുക്കേണ്ടതല്ല എന്നാണ് അള്ളാഹു ഒരു വിശ്വാസിയെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവ് എത്രമേൽ നിസ്സാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ, സുനനുൻ നസായിയിൽ നമുക്ക് ഈ ഹദീസ് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, കുന്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദിൽ ഖുലൈഫ, ഞങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദുൽ ഖുലൈഫയിൽ എത്തി. ഫഇദാ ഹുവ ബിശാത്തിൻ മൈതത്തിൻ ശായിലത്തിൻ ബിരിജിലിഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ചീഞ്ഞളിഞ്ഞ കാലിന് രോഗം വന്ന് ചത്തുപോയ ഒരു ആടിനെ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടായിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, അതറൗന ഹാദിഹി ഹാനത്തൻ അലാ സാഹിബിഹ, സ്വഹാബികളെ, ഈ ആടിന് അതിൻ്റെ ഉടമസ്ഥന് ആവശ്യമുണ്ടോ? ഈ ആടിന് വല്ല ആവശ്യവും അല്ലെങ്കിൽ ഈ ആടിന് വല്ല വിലയും അതിൻ്റെ ഉടമസ്ഥൻ കൽപ്പിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഇല്ല, അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. ചത്ത ആടിന് അതിൻ്റെ ഉടമസ്ഥന് ആവശ്യമുണ്ടായിരിക്കുകയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലദീ നഫ്സീ ബിയദിഹി ലിദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദിഹി അലാ സാഹിബിഹ. എങ്കിൽ സ്വഹാബിമാരെ, ഈ ആടിനെ എത്രമേൽ നിസ്സാരമാണോ ഇതിൻ്റെ ഉടമസ്ഥന്, അതിനേക്കാൾ എത്രയോ 10 മടങ്ങ്, അല്ല അതിനേക്കാൾ ഇരട്ടി ഈ ദുനിയാവ് അള്ളാഹുവിന് നിസ്സാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ആ ഹദീസിൻ്റെ അവസാനത്തിൽ കാണാൻ കഴിയും, വലൗ കാനത്തിദ് ദുനിയ തസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹ ഖത്രതൻ അബദ, ഈ ദുനിയാവിൽ വെച്ച് ഒരു അവിശ്വാസിയും ഒരു സത്യനിഷേധിയും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുമായിരുന്നില്ല, അള്ളാഹു അവന് വെള്ളം നൽകുമായിരുന്നില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പം ഇവിടെ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, നിഷേധിക്കുന്ന സത്യനിഷേധികളായ കാഫിറുകൾ, അമുസ്ലിമീങ്ങൾ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളായി സൃഷ്ടികളായി ജീവിച്ചു പോകുന്നത് ഈ ദുനിയാവിനെ അത്രമേൽ നിസ്സാരമായിട്ടാണ് അള്ളാഹു കണക്കാക്കുന്നത് എന്നതുകൊണ്ടാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്നത് ദുനിയാവിലെ നേട്ടങ്ങളാണ്, ദുനിയാവിലെ സമ്പത്താണ്, ദുനിയാവിലെ അധികാരമാണ്, എല്ലാം എന്ന് അവൻ ധരിച്ചു വെച്ചു പോയി. പക്ഷേ മനുഷ്യൻ എത്ര വിലമതിക്കുന്ന സംഗതിയാണെങ്കിലും, എത്രയോ വിലമതിക്കുന്ന പല സംഗതികളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നുമല്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കതിനെ വീക്ഷിക്കാൻ സാധിക്കും. 1-2 ആഴ്ചകൾക്ക് മുമ്പ് വേദനാജനകമായ ഒരു മനുഷ്യൻ്റെ കരളലിയിപ്പിക്കുന്ന സംഭവമാണല്ലോ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്ന പ്രദേശത്ത് നടന്നത്. വലിയ ഒരു ദുരന്തം, ഉരുൾപൊട്ടൽ മൂലം ഉണ്ടാവുകയുണ്ടായി. എത്രയെത്ര മനുഷ്യരാണ്, 400ഓളം മനുഷ്യന്മാർ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. ഇനിയും നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവരുടെ വിവരങ്ങളില്ല. ഒരുപാട് വീടുകൾ, ഒരുപാട് സമ്പത്ത്, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ എല്ലാം നിലം പരിശായതിന് നാം ദൃക്സാക്ഷികളായി. എല്ലാം ഒലിച്ചുപോയ കാഴ്ചയാണ് നമ്മൾ നേർക്കുനേർ കണ്ട് അനുഭവിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവയൊന്നും യാതൊരുവിധ വിലയുമില്ല. അള്ളാഹു അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിങ്ങനെ വീണ്ടും തെളിയിക്കുന്ന സാഹചര്യങ്ങളാണ്, അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യരാശിക്ക് നൽകും എന്നുകൂടെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത വിധത്തിലുള്ള വിഭിന്നങ്ങളായ പരീക്ഷണങ്ങളെല്ലാം സംഭവിക്കും. മരണം കൊണ്ട്, നഷ്ടം കൊണ്ട്, വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ എല്ലാം ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരും എന്നൊക്കെ അള്ളാഹു പ്രമാണങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയതാണ്. സാന്ദർഭികമായി ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇതിനിടയിൽ, ഈ ഒരു സംഭവത്തിനിടയിൽ
ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിനിടയിൽ പല ആളുകളും അള്ളാഹുവിനെ ചീത്ത വിളിക്കുകയാണ്. ദൈവം എത്ര ക്രൂരനാണ്, എത്ര കണ്ണിൽ ചോരയില്ലാത്തവനാണ്, എത്ര നികൃഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അള്ളാഹുവിനെ, ദൈവത്തെ ചീത്ത വിളിക്കുന്നത്, ചോദ്യം ചെയ്യുന്നതൊക്കെ നാം കാണുകയുണ്ടായി. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവം എത്ര ക്രൂരനാണ്, ഇത്രമേൽ വലിയ ശിക്ഷ നൽകാൻ മാത്രം എന്താണ് ദൈവം ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വളരെ നിസ്സാരമായി അല്ലെങ്കിൽ വളരെ ചെറിയ ഒറ്റവാക്കിൽ തന്നെ അതിന് ഉത്തരം വിശ്വാസികൾക്ക് പറയാൻ സാധിക്കും. അതിതാണ് ഈ ലോകം തീർത്തും പരീക്ഷണ ഭൂമി മാത്രമാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള മരണങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അള്ളാഹു മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നൽകുമെന്ന് അള്ളാഹു പ്രമാണങ്ങളിലൂടെ മനുഷ്യരാശിയെ ബോധിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയം നൽകിക്കൊണ്ട്, വൽ ജൂഇ പട്ടിണി നൽകിക്കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സാബിരീൻ, അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷവാർത്തയുള്ളത്. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചകരെ എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയാഇൻ്റെ 35 ആയത്തിൽ അള്ളാഹു പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഒരു പരീക്ഷണമെന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങൾ നാം പരിശോധിക്കുന്നതാണ്. വ ഇലൈനാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള എന്ത് കഷ്ടനഷ്ടങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം സംഭവിച്ചാലും, അതിലെത്ര പേര് മരണപ്പെട്ടാലും അതൊക്കെ അള്ളാഹുവിൻ്റെ ഖലാ ഖദർ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവന് വിശ്വസിച്ച് അവന് സമാധാനിക്കാൻ സാധിക്കും. മാത്രവുമല്ല, അങ്ങനെ മരണപ്പെടുന്നവർക്ക്, വിശ്വാസികളായി മരണപ്പെടുന്നവർ, രക്തസാക്ഷികളുടെ പ്രതിഫലവും അവർക്കൊക്കെ ലഭിക്കുമെന്നും വിശ്വസിക്കാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കും. എന്നാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ജീവിതം ഒന്നേയുള്ളൂ. ഈ ലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണം, എൻജോയ് ചെയ്യണം, മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ വിശ്വസിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ ഈ നടപടിക്രമങ്ങൾ അവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രൂരതയാണ്. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഇതെല്ലാം ഒരു സമസ്യ തന്നെയാണ്. കാരണം ഈ ലോകത്തോടുകൂടെ തീർന്നു പോകുന്ന ഈ ദുനിയാവിൽ ഈ പറഞ്ഞ ദുരന്തത്തിലകപ്പെട്ട് മരണപ്പെട്ടവർക്ക് ജീവിതം തന്നെ നഷ്ടമാവുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഭാവി എല്ലാം നശിച്ചു പോയല്ലോ. അപ്പോൾ അത് അവരോട് ദൈവം കാണിക്കുന്ന ഒരു ക്രൂരത തന്നെയാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ ധരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്പമെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വല്ല അമുസ്ലിമീങ്ങളുമുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടുന്ന കാര്യം ഇതാണ്: ഈ മരണപ്പെട്ടവർക്ക് ഇനി ആര് ജീവിതം കൊടുക്കും? അല്ലെങ്കിൽ പിഞ്ചോമന മക്കൾ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. അവരും മറ്റുള്ള കുട്ടികളെപ്പോലെ സ്വപ്നം കണ്ടവരാണ്. അവർക്കും ജീവിക്കേണ്ടതില്ലേ? പക്ഷേ അവരുടെ ജീവിതം ഇവിടെ അവസാനിച്ചു പോയി. അപ്പം അതുകൊണ്ട് ഈ ഒരു ഉത്തരം, അഥവാ ഈ ഭൗതിക ലോകത്തെ ജീവിതം അത് തീർത്തും പരീക്ഷണമാണ് എന്ന ആ ഉത്തരമാണ് ഏറ്റവും അനുയോജ്യമായി വരിക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മനസ്സിൽ കാത്തുസൂക്ഷിച്ച, എന്നാൽ ഈ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയവർക്കും ഒരു ലോകം ആവശ്യമാണ്. അല്ലെങ്കിൽ അത് അനീതിയാണ്. അപ്പോൾ പൂർണ്ണമായ നീതിയുക്തമായ ഒരു ലോകം കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ യുക്തി. പരലോകം അനിവാര്യമായി വരുന്നത് ഇവിടെയാണ്. അള്ളാഹു പറയുന്നത് നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൻ്റെ 64 ആയത്തിൽ അള്ളാഹു
വ്യക്തമാക്കി പറയുന്നത് വമാ ഹാദിഹിൽ ഹയാത്തുദ്ദുന്യ ഇല്ലാ ലഹുവുൻ വലഇബുൻ. നമ്മുടെ ഈ സൂറത്ത് മുഹമ്മദിലെ 36-ാമത്തെ ആയത്തിലുള്ളത് പോലെ തന്നെ ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനൂ യഅലമൂൻ. അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ എത്ര നിഷേധിച്ചാലും എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും പരലോകമെന്ന ലോകം, അതാണ് യഥാർത്ഥ ജീവിതം. അവിടെയാണ് നീതി നടപ്പാക്കപ്പെടുന്നത്. അവിടെയാണ് മനുഷ്യരുടെ എന്നല്ല സകല ജന്തുജാലങ്ങളുടെയും പ്രശ്നങ്ങൾ ആത്യന്തികമായി പരിഹരിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ദുനിയാവ് നിസ്സാരവും വിലയില്ലാത്തതുമാണെന്നിരിക്കെ യഥാർത്ഥ ലോകം പരലോകമായിരിക്കെ ആ പരലോകത്തിനു വേണ്ടി ഒരുങ്ങാനാണ് ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ഒരാളുടെ അടുക്കലുണ്ടാകേണ്ടത്? അതാണ് ഈ ആയത്തിൻ്റെ, സൂറത്തു മുഹമ്മദിൻ്റെ 36-ാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് വ ഇൻ തുഅ്മിനു വതത്തഖൂ യുഅ്തികും ഉജൂറക്കും. വ ഇൻ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വതത്തഖൂ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, യുഅ്തികും ഉജൂറക്കും, നിങ്ങളുടെ പ്രതിഫലം അള്ളാഹു അവിടെ വെച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതാണ് അള്ളാഹു പറയുന്നത്. ഏറ്റവും ആദ്യം ഈമാൻ ഉണ്ടായിരിക്കണം, വിശ്വാസമുണ്ടായിരിക്കണം, അതോടൊപ്പം അമലുസ്വാലിഹാത്തുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈമാൻ ഉണ്ടാകേണ്ടതും അതും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ ആദ്യം വിശ്വസിക്കുക. അള്ളാഹുവാണ് ആരാധനക്കർഹനായിട്ടുള്ളത്, അവനല്ലാതെ മറ്റാരുമില്ല, അള്ളാഹു മാത്രമാണ് അൽ ഇലാഹ്, സാക്ഷാൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ എന്ന് വിശ്വസിക്കുക. മലക്കുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യദിനത്തിൽ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാത്തിലും വിശ്വസിച്ച് അതിൻ്റെ അനിവാര്യമായ അമലുസ്വാലിഹാത്തുകൾ ചെയ്ത് തഖ്വയോടുകൂടെ തിന്മയിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അവനാണ് പരലോക വിജയി, അവനാണ് പരലോകമുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ അവസാന ഭാഗം, വലാ യസ്അൽകും അംവാലക്കും, നിങ്ങളോട് അവൻ നിങ്ങളുടെ സമ്പത്ത് ചോദിക്കുകയുമില്ല. അപ്പോൾ അള്ളാഹുവിന് മനുഷ്യരുടെ സമ്പത്ത് ആവശ്യമില്ല. ഹുവ ഗനിയ്യുൻ അൻകും, നിങ്ങളെ തൊട്ട് അവൻ ഏറെ ധന്യനാണ്. ലാ യത്ലുബു മിൻകും ഷൈഅൻ, മനുഷ്യരാശിയോട് അള്ളാഹുവിന് ഒന്നും ചോദിക്കേണ്ടതില്ല, ഒന്നും ചോദിക്കുകയുമില്ല, ഒരു ആവശ്യവുമില്ല. പിന്നെ എന്തിനാണ് ഇസ്ലാം സ്വതക്ക പഠിപ്പിച്ചത്? മറ്റുള്ളവർക്ക് നൽകണമെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ. അത് വിശ്വാസികളായ സഹോദരങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകാൻ, അവർക്കൊരു ഉപകാരമുണ്ടാകാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, അത് നൽകുന്നത് പൂർണ്ണമായി ആ നൽകുന്ന വ്യക്തിക്കു കൂടെ നാളെ പാരത്രിക ലോകത്ത് ഉപകാരപ്പെടാൻ വേണ്ടി കൂടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഏതായിരുന്നാലും അള്ളാഹുവിന് മനുഷ്യരുടെ പണം വേണ്ടതില്ല. അള്ളാഹു ഗനിയാണ്, അള്ളാഹു മനുഷ്യനെ തൊട്ട് ധന്യനാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഈ ഭൗതിക ലോകം അത് വളരെ നിസ്സാരമാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും ഈ ലോകത്തിൽ ഇതിൻ്റെ വർണ്ണശബളമായ കണ്ണഞ്ചിപ്പിക്കുന്ന പളപളപ്പുകളിൽ വഞ്ചിതനായി പോകരുത്. മറിച്ച് ഈ ലോകം അത് പരീക്ഷണ ഭൂമിയാണ്. പാരത്രികമായ ലോകത്തേക്കുള്ള അമലുസ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള ഇടമാണ് ഈ ദുനിയാവ് എന്ന് മനസ്സിലാക്കുകയും പരലോകത്തിന് വേണ്ടി ഒരുങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, മലക്കുകളിൽ, ഗ്രന്ഥങ്ങളിൽ, അന്ത്യനാളിൽ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം കാര്യങ്ങളിൽ ഈമാനികമായി വിശ്വസിക്കേണ്ടതുണ്ടോ അതിലെല്ലാം പൂർണ്ണമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കാൻ ഈ ലോകത്ത് തയ്യാറാണെങ്കിൽ അവൻ പൂർണ്ണമായ പ്രതിഫലം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ അറിയാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.